ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് മിനോക്സിഡൈലും ഡെർമാ റോളറും യൂസ് ചെയ്തത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ മാത്തമാറ്റിക്സിൻ്റെ ആപ്പ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ എങ്ങനെയാണ് എക്സ്ട്രാ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ക്യാഷ് ബാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ട് പോകാം. ആദ്യം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ഡെർമാ റോളർ യൂസ് ചെയ്തത് എന്നാണ്. ആദ്യത്തെ മാസം ഞാൻ വീക്കിലി ട്വൈസാണ് യൂസ് ചെയ്തിരുന്നത്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും. സെക്കൻഡ് മന്ത് മുതൽ ഞാൻ വീക്കിലി വൺസാണ്, തിങ്കളാഴ്ച മാത്രം. മോർണിംഗിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം, മോർണിംഗിലോ ഈവനിങ്ങിലോ യൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഡെർമാ റോളർ യൂസ് ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക് മുടി വേണ്ടത് അവിടെ ഒരു 4 ഡയറക്ഷനിലായിട്ട് ഒരു 5 തവണ മിനിമം റോൾ ചെയ്യുക. അത്രേ നമുക്ക് വേണ്ടുള്ളൂ. എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് മുടി കുറവുണ്ടായിരുന്നത് ഈ സൈഡിലും അതുപോലെ ഈ സൈഡിലും പിന്നെ നെറ്റിയിലും അതേപോലെ ഈ ക്രൗൺ ഏരിയയിലും. ഇവിടെയാണ് എനിക്ക് മുടി കുറവുണ്ടായിരുന്നത്. ഞാൻ അവിടെ മാത്രമാണ് റോൾ ചെയ്യുക. അവിടെ മാത്രം നിങ്ങൾ റോൾ ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഞാൻ റോൾ ചെയ്തിരുന്നത്. മേലോട്ടും താഴോട്ടും ഒരു 5 തവണ. അതേപോലെ തന്നെ സൈഡിലോട്ട്. ഓക്കെ. പിന്നെ കുറച്ച് ചെരിച്ചുകൊണ്ട് ചെയ്യാം. കുറച്ച് ചെറിയൊരു ചെരിവ് കൊടുത്തിട്ട് ഇങ്ങനെയും ചെയ്യാം. സെയിം എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ചെയ്യാം. പിന്നെ നിങ്ങൾ റോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യരുത്. ചെറിയൊരു പ്രസ് കൊടുത്താൽ മതി. കാരണം കണ്ണിന്നൊക്കെ വെള്ളം വരും. കണ്ടോ? ഇവിടെ റോൾ ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗവും റോൾ ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ഇതേപോലെ. അത്രേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് ക്രൗൺ ഏരിയയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രീതിയിൽ 4 ഡയറക്ഷനിലായിട്ടൊരു 5 to 10 തവണ മിനിമം ചെയ്യുക. നിങ്ങൾ സ്കാൽപ്പിൽ ഇത് റോളായി എന്ന് ഉറപ്പ് വരുത്തുക. ഇത്രേ ഉള്ളൂ. നമ്മൾ ഡെർമാ റോളർ യൂസ് ചെയ്യലൊന്നും അത്ര വലിയ പണിയുള്ള കാര്യമല്ല. ജസ്റ്റ് സിമ്പിളാണ്. കാര്യം വീണ്ടും പറയാണ്, നന്നായിട്ട് പ്രസ് ചെയ്യരുത്, നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ജെൻറ്റിൽ പ്രസ്സിൽ ചെയ്യാം. അത്രേ ഉള്ളൂ. ഇനി ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യൽ. ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ 70% എന്നുള്ള ലിക്വിഡ്. മെഡിക്കൽ ഷോപ്പിൽ ഇതിന് 50 രൂപ എങ്ങാണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. ഈ ഡെർമാ റോളർ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കുക. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല.
ഇത് തന്നെയാണ് ഈ കുപ്പി, ഞാനിത് മുറിച്ചെടുത്തതാണ്. ഇതുപോലെ ഡെർമാ റോളർ വെച്ച ശേഷം ഡെർമാ റോളറിൻ്റെ നീഡിൽസ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കണ്ട മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ഈ ലിക്വിഡ് എടുക്കുക. ഒരു 5 മിനിറ്റ് ഇതിൽ മുക്കി വയ്ക്കുക. നിങ്ങൾ ഡെർമാ റോളർ വാങ്ങുമ്പോൾ ഇതുപോലൊരു കേസ് കിട്ടും. ആ കേസിൽ ഈ ഒരു ലിക്വിഡ് ഡെർമാ റോളറിൻ്റെ കേസിലാക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത ശേഷം പിന്നെ 5 മിനിറ്റ് ഡെർമാ റോളർ മുക്കി വെച്ച ശേഷം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ക്ലീൻ ചെയ്ത ഈ കേസിൽ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് ഉണങ്ങണ വരെ എത്ര ടൈമാണ് എടുക്കുക അത്രയും ടൈം, ഒരു അരമണിക്കൂറിനുള്ളിൽ ഉണങ്ങാനുണ്ടാവും. അപ്പോൾ അത്രയും ടൈം എന്ത് ചെയ്യുക, നിങ്ങളിത് ഇങ്ങനെ വെക്കുക. ജസ്റ്റ് പൊടിയൊന്നും തട്ടാത്ത രീതിയിൽ വെച്ചാൽ മതി. ഈ സെയിം പ്രോസസ്സ് നിങ്ങൾ യൂസ് ചെയ്യണതിൻ്റെ മുന്നേയും ചെയ്യുക, അതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യുക. നിങ്ങൾ ഡെർമാ റോളർ മുക്കി വയ്ക്കാൻ യൂസ് ചെയ്ത ആ ഒരു ഐസോപ്രോപ്പിൽ ലിക്വിഡ് വേറെ ഏതെങ്കിലും ഒരു കുപ്പിയിൽ എന്തെങ്കിലും ആക്കി വെച്ചിട്ട് നിങ്ങൾക്കതൊരു 3-4 തവണ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒഴിവാക്കിയാൽ മതി. പിന്നെ അടുത്ത് നമ്മളെ മെയിനായിട്ടാണ് മിനോക്സിഡൈൽ. ഇതിനാണ് നമ്മളെ മുടി റീഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്നത്. മിനോക്സിഡിൽ നിങ്ങൾ ഡെയിലി ടോയ്സ് യൂസ് ചെയ്യണം, മാൻമാറ്റേഴ്സിൻ്റെ എക്സ്പെഷ്യലി. മറ്റു ബ്രാൻഡുകളെ കുറിച്ച് എനിക്കറിയില്ല, അപ്പോൾ നിങ്ങളത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇത് 2 തവണയാണ് യൂസ് ചെയ്യേണ്ടത്, രാവിലെയും രാത്രിയും ആണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ദിവസം 2 ml ആണ്, രാവിലെ 1 ml, രാത്രി 1 ml, അങ്ങനെ 2 ml ആണ് ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ബോക്സിൽ ഇതുപോലെ ഒരു സ്പ്രെയറും വരും, അതുപോലെ ഡ്രോപ്പറും വരും. ഞാൻ ഡ്രോപ്പറാണ് യൂസ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യൽ ഡ്രോപ്പറാണ്. ഞാൻ പ്രിഫർ ചെയ്യാം അത് തന്നെയാണ്, കാരണം നമുക്ക് അതിലെ അളവ് നേരെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മിനോക്സിൽ എങ്ങനെ യൂസ് ചെയ്യാം. മാൻമാറ്റസിൻ്റെ ആണെങ്കിൽ നിങ്ങൾ ഡെർമാ റോളർ യൂസ് ചെയ്തതിന് ഉടനെ തന്നെ മിനോക്സിൽ അപ്ലൈ ചെയ്യുക. ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ യൂസ് ചെയ്യുക. മറ്റ് ബ്രാൻഡുകൾ ആൽക്കഹോൾ ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, കാരണം ഇറിറ്റേഷനും നല്ല നീറലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യേണ്ട. മാൻമാറ്റസിനെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെർമാ റോളർ യൂസ് ചെയ്ത ഉടനെ തന്നെ മിനോക്സിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ 1 ml എടുക്കുക. ഇതുപോലെ ഡ്രോപ്പറിൽ നമുക്ക് അളവുണ്ടാവും, അപ്പോൾ അതുപോലെ 1 ml എടുക്കുക. 1 ml എടുത്ത ശേഷം നിങ്ങൾക്ക് എവിടെയാണോ മുടി വേണ്ടത് അവിടെ നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാറ് എൻ്റെ ഇവിടെ അതുപോലെ ഇവിടെ, പിന്നെ നെറ്റിയുടെ ഈ ഭാഗം, പിന്നെ എനിക്ക് ഇവിടെയും മുടി കുറച്ച് പോകാൻ വേണ്ടിയായിരുന്നു, അപ്പോൾ അവിടെയും ചെയ്യും. അതുപോലെ എൻ്റെ ഈ ക്രൗൺ ഏരിയ ഇവിടെയൊക്കെയാണ് എനിക്ക് മുടി ഇല്ലാത്തത്, ഞാൻ അവിടെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു 0.5 ml ഇവിടെയും 0.5 ml ഇവിടെ മൊത്തം, അത്ര നമുക്ക് ആവശ്യം വരാറുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യരുത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും, ഇവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യും, സെയിം ഇവിടെയും ഡ്രോപ്പ് ചെയ്യും, പിന്നെ ഇവിടെയും ഡ്രോപ്പ് ചെയ്യും. ചിലപ്പോൾ ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. $5 ml നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത 5 ml നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക, കാരണം ഒലിച്ചിറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുക, മസാജ് ചെയ്യുക. ഒരുപാട് പ്രസ് ചെയ്യരുത്, ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുക. അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. സ്കാൽപ്പിൽ നമുക്ക് എവിടേക്കാണ് മുടി വേണ്ടത് അവിടെ എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് ജെൻറിൽ മസാജ് ചെയ്യുക, എല്ലാ ഭാഗത്തും ഇതുപോലെ എവിടെയാണോ മുടി വേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. മിനോക്സിൽ അപ്ലൈ ചെയ്യൽ ഇത്രയും സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ക്യാപ്പ് യൂസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം ക്യാപ്പ് യൂസ് ചെയ്യുക. കാരണം തലയിലൊന്ന് അപ്ലൈ ആയിട്ട് ഒന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റിക്കി പോലെ മുടി നിൽക്കും. അതുപോലെ നല്ല ഡ്രൈ ആയി ഫീൽ ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വല്ലാതെ സ്കാൽപ്പിലാവാത്ത രീതിയിൽ മുടിയുടെ പുറംഭാഗങ്ങളിൽ മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ് പരമാവധി കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു ദിവസം ഒരു 3-4 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ മാൻമാറ്റേഴ്സും ഒരു കിറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ കിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ മിനോക്സിൽ നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക.
അപ്പോൾ എങ്ങനെയാണ് മാൻ മാറ്റേഴ്സിന് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ടാക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് മാൻ മാറ്റേഴ്സിൻ്റെ ആപ്പിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യുക. നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിലിതുപോലെ കോച്ചിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഡെയിലി ടാസ്കുകൾ ചെയ്യാനുണ്ടാവും. ആ ഡെയിലി ടാസ്കുകൾ നിങ്ങൾ ഓരോന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കളക്ട് യുവർ റിവാർഡ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നിങ്ങൾക്ക് 8 രൂപ അല്ലെങ്കിൽ 7 രൂപ 6 രൂപ 5 രൂപ ഇത്രയും പൈസകൾ നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടും. അപ്പോൾ നിങ്ങളൊരു മാസമൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് കിട്ടും. അതുപോലെ നിങ്ങൾക്കിവിടെ വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ക്യാഷ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. 910 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1100 രൂപ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ 1000 രൂപയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1100 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾ 2000 രൂപയാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2300 രൂപ കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ പൈസ നിങ്ങൾക്ക് വാലറ്റിൽ കിട്ടും. അതുപോരാതെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ കാർട്ടിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുക. കാർട്ടിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് അടിയിലേക്ക് പോയാൽ അപ്ലൈ കൂപ്പൺ കോഡ് എന്നുണ്ടാവും. കണ്ടില്ലേ? ഇതുപോലെ അപ്ലൈ കൂപ്പൺ കോഡിൽ എൻ്റെ കോഡായിട്ടുള്ള AVNS10 എന്നുള്ള കൂപ്പൺ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 10% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ നിങ്ങളൊരു 1258 രൂപ, എൻ്റെ 1258 വരുന്നത്, 1258 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 124.9 രൂപയും കൂടി കുറഞ്ഞിട്ടും ഒരു 10% നിങ്ങൾക്ക് കുറഞ്ഞിട്ടും. അപ്പോൾ എനിക്കിവിടെ 1133 ക്യാഷ് വരുന്നുള്ളൂ. പിന്നെ 68 രൂപ ഓൾറെഡി എൻ്റെ വാലറ്റിലുണ്ട്. അപ്പോൾ -68 രൂപയും കുറച്ചിട്ട് എത്ര ക്യാഷാണോ എനിക്ക് വേണ്ടത് അത്രയും ക്യാഷ് മാത്രം എനിക്ക് എന്ത് ചെയ്താൽ മതി, വാലറ്റിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാ ക്യാഷും കൂടി വരുമ്പോൾ നമുക്കൊരു 10, 200, 300 രൂപയോളം ഒരു ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇൻസ്റ്റഗ്രാമിലൊന്നുള്ള അത്ര റീച്ച് നമുക്ക് യൂട്യൂബിലില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇതുപോലെ ലോങ് വീഡിയോസ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എൻ്റെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അത്രയുള്ള നമ്മളെ വീഡിയോ. ബൈ.